കേരളത്തിലിപ്പോൾ സ്കൂൾ സുരക്ഷാ ഓഡിറ്റ് നടത്തണം എന്ന് നമ്മുടെ ചാനൽ സുഭാഷിതം ചാനൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും ആ നിർദ്ദേശം വെച്ചു. രാഹുൽ ഗാന്ധി ഇത് കേട്ടിട്ട് നിർദ്ദേശം വെച്ചതൊന്നുമല്ല. രാഹുൽ ഗാന്ധി അല്ലെങ്കിലും സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് വേറെ രൂപത്തിൽ പറഞ്ഞാൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പാമ്പ് സ്കൂളിനകത്ത് പാമ്പ് കയറിയപ്പോൾ അപ്പോഴും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സുരക്ഷാ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കേരളത്തിൽ വയ്ക്കുകയും അത് ഗവൺമെൻറ് സീരിയസ് ആയി എടുക്കുകയും ചെയ്തു. നമ്മൾ വെച്ചതുകൊണ്ടാണ് എടുത്തെന്നൊരു അവകാശവാദം നമുക്കില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് എടുത്തു, അതൊരു കോയിൻസിഡൻസ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ സുരക്ഷാ ഓഡിറ്റ് നടത്തിൻ്റെ ഭാഗമായി ഒരു പ്രാഥമിക വിവരങ്ങൾ അവരെടുത്തപ്പോഴാണ് അറിയുന്നത് 300ഓളം കെട്ടിടങ്ങളിൽ സുരക്ഷാ പ്രശ്നമുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം നമ്പർ 1 ഇൻഫ്രാസ്ട്രക്ചറാണ്, ലോകോത്തര മാതൃകയാണ്, ഇന്ത്യയിലെ കുട്ടികളെല്ലാം ഇനി ഇങ്ങോട്ട് ഒഴുകും, കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇനി ഇരിക്കാൻ സമയം കിട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളെ സ്വീകരിച്ച് അവരുടെ ഊപ്പാട് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ തള്ളി മറിച്ചു. പക്ഷേ 300ഓളം സ്കൂളുകളിലാണ് സുരക്ഷാ പ്രശ്നങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാറ്റടിച്ച് ഷീറ്റ് പറന്നുപോയി. അടിയന്തരമായി ഷീറ്റ് മാറ്റുകയും മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ HM സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. എത്ര പേരെ സസ്പെൻഡ് ചെയ്യും മന്ത്രി? ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ സസ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ആരെങ്കിലും കാണുമോ? ഇതിനകത്ത് ഈ സിസ്റ്റത്തിൽ ആരെങ്കിലും കാണുമോ? 300ഓളം സ്കൂളുകളിലാണ് ഈ പ്രശ്നം പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളിലെ അടിസ്ഥാന സൗകര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രധാനമാണ് 1000 കുട്ടികൾ 500 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് മൂത്രപ്പുര എന്ന് പറയുന്നത്. വലിയ ഗുരുതരമാണ്. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ പെൺകുട്ടികൾക്കുള്ള മൂത്രപ്പുരയും ആൺകുട്ടികളുടെ മൂത്രപ്പുരയും കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. അത് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കാറില്ല, അതിനകത്ത് വെള്ളമുണ്ടാകാറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ +2 സ്കൂളൊക്കെ ആണെങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്ന പ്രായത്തിലൊക്കെ എത്തുന്ന കുട്ടികളാണ്. അവിടെ കൃത്യമായി വെള്ളം ആവശ്യമുണ്ട്. അവർക്ക് മാസമുറയൊക്കെ ഉള്ള ദിവസങ്ങളിൽ സ്കൂൾ വരണം. അപ്പോൾ അല്ലെങ്കിൽ അവർ ആ സമയത്ത് അവധി കൊടുക്കണം. മാസത്തിൽ ഈ വരുന്ന ഡേറ്റ് വെച്ച് അവധി കൊടുക്കണം. അപ്പോൾ അവർ സ്കൂളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അല്ലെങ്കിലും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും യൂറിനലിൽ പോയാൽ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം അവർക്ക് അത്യാവശ്യമാണ്. വെള്ളമില്ല, ആവശ്യമായ ശുചിമുറിയുമില്ല. 5, 6, 8, 10 ശുചിമുറി ഉണ്ടെങ്കിൽ അവർ 100 കണക്കിന് കുട്ടികൾ അതിനകത്ത് പോകേണ്ടി വരും. അവർ ഭക്ഷണത്തിന് വിട്ടാൽ ഭക്ഷണവും കഴിച്ച് അല്പം കുട്ടികളോട് കാര്യം രാവിലെ 2-3 മണിക്കൂർ പഠിക്കുന്നതാണ്, ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്നതാണ്. കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് അവർക്ക് യൂറിൻ പാസ് ചെയ്ത് കയറാനുള്ള സമയവുമില്ല. ആ പടെല്ലാം കൂടി 1/4-3 മണിക്കൂറാണ് അവർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം പെൺകുട്ടികളും, ആൺകുട്ടികൾ പിന്നെ ഓടി അവിടെ എവിടെയൊക്കെ നിന്ന് മൂത്രമൊഴിച്ചിട്ട് കയറിപ്പോകും. പക്ഷേ പെൺകുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. അവർക്ക് നല്ല അടച്ച മുറി, സുരക്ഷിതമായ സ്ഥലം, വെള്ളം എല്ലാം ആവശ്യമുണ്ട്. അതങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികൾ ചെയ്യുന്നത്, അവർ സ്കൂളിൽ പോയാൽ വെള്ളം കുടിക്കാറില്ല, വീട്ടിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് പോകാറില്ല. അതുപോലെ തന്നെ അവർക്ക് വലിയ ഇൻഫെക്ഷൻ്റെ പ്രശ്നം, യൂറിനൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർ അടക്കിയിരിക്കും. മൂത്രമൊഴിക്കാൻ തോന്നിയാലും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം തോന്നിയാലും പോകാതെ അടങ്ങിയിരുന്നിട്ട് പിന്നെ വീട്ടിൽ പോകും. അതുപോലെ തന്നെ ലാട്രിനും പല സ്ഥലങ്ങളിലുമില്ല. ഞാൻ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് മനോഹരമായ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ലാട്രിനും യൂറിനലും ഉണ്ട്, ഒരു 4-5 എണ്ണം. പക്ഷേ അത് പൂട്ടി ടീച്ചർമാർക്കെന്ന് പറഞ്ഞ് മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊടിയ ക്രൂരതകളൊക്കെ നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഇതൊക്കെ കൂടി മനസ്സിലാക്കുന്ന PTA സംവിധാനമൊക്കെ സ്കൂളിൽ വരട്ടെ. 300ഓളം സ്കൂളുകളിലാണ് ഇപ്പോൾ ഈ സംവിധാനമില്ല എന്ന് പറയുന്ന സുരക്ഷാ പ്രശ്നമുള്ളത്. ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വിദ്യാഭ്യാസ രംഗം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകിൽ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ വികലമായ വിദ്യാഭ്യാസം കൊടുക്കാം. രണ്ടായാലും രാജ്യത്തെ നശിപ്പിക്കാൻ കൊടുക്കാതിരിക്കാം, വികലമായ വിദ്യാഭ്യാസം കൊടുക്കാം. രണ്ടും ഒരേ തരത്തിലുള്ള ഒരു ദുരന്തത്തിൻ്റെ 2 വശം മാത്രമാണ്.